ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ 5 മണിക്ക് തന്നെ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ ഇന്ന് എണീറ്റപ്പോൾ അമ്മ മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പയർ. ഇന്നലെ ഇഡ്ഡലി ആയതുകൊണ്ട് ഇന്ന് സ്വാഭാവികമായിട്ടും ദോശയായിരിക്കും. അപ്പോൾ ദോശ ആയതുകൊണ്ട് ദോശയ്ക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളിയൊക്കെ തൊലിക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി തൊലിക്കുമ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് എരിയും കേട്ടോ. ഉള്ളിക്കറിയോ തക്കാളിക്കറിയോ ഏത് കറിയാണെങ്കിലും പറയാം. പിന്നെ ചക്ക ഞാൻ ഇന്നലെ രാത്രി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ അരിയാൻ പാടായിരുന്നു. അപ്പോൾ ഇന്ന് ചക്ക വയ്ക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി ഏകദേശമൊക്കെ വാടിയിട്ടുണ്ട് ഉള്ളിക്കറിയുടേത്. ഇന്ന് പയർ മെഴുക്കാണല്ലോ, അപ്പോഴത്തേക്ക് പയർ സെറ്റായി. പിന്നെ ഞാൻ പയറിനരിഞ്ഞു. ഞാൻ പയറിനൊക്കെ അരിഞ്ഞതിന് ശേഷമാണ് ഇന്ന് ഞാൻ ചോറൊക്കെ ഊറ്റി പൊരിക്കാനായിട്ട് വെച്ചത്. കാര്യം ഞാൻ സാധാരണ 5 മണിക്ക് എണീറ്റിട്ടാണ് അമ്മ ഇത് തണുപ്പ് മാറാനായിട്ട് വയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ 5:30 വരുമ്പോൾ സെറ്റാവും. ഇന്ന് ഞാൻ 5 മണിക്ക് എണീറ്റത് കൊണ്ട് തന്നെ അതിൻ്റെ തണുപ്പ് മാറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ദോശ ചൂടാനും പറ്റില്ല, ദോശയുടെ തണുപ്പ് മാറിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ആദ്യം പയറും ഉള്ളിക്കറിയൊക്കെ അങ്ങ് വെച്ച് ചക്കയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ ചോറ് ഊറ്റിപ്പൊരിക്കാനായിട്ട് നിന്നത്. 5 മണിക്ക് എണീറ്റുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ കഥ വായന നടന്നില്ല. അല്ലെങ്കിൽ രാവിലെ എണീറ്റുകൊണ്ട് ഞാൻ പ്രതിലിപിയിൽ കഥയാണ് വായിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിക്കറി ഏതാണ്ടൊക്കെ സെറ്റായിട്ടുണ്ട്. അതിൽ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ട് സെറ്റാക്കി എടുത്ത്. പിന്നെ ഇന്ന് ചക്കയ്ക്കും മോരുകറിക്കും വേണ്ടി തേങ്ങ തിരുവേണ്. ചക്കയും മോരുകറിയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിഴുക്ക് കൊണ്ടുമല്ലോ. പിന്നെ ഇന്ന് മീൻ കറിയല്ലേ ഉള്ളൂ, അത് ഉച്ചയ്ക്ക് അത് പിന്നെ എപ്പോഴെങ്കിലും വെച്ചാൽ മതി, അത് അമ്മ വെച്ചോളും. അപ്പോൾ എൻ്റെ ഇന്നത്തെ അടുക്കളയിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. 5 മണിക്ക് എണീക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ 4:30 മണിക്ക് അലാറം സെറ്റ് ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അരമണിക്കൂർ വേണം നമുക്ക് അല്ലെങ്കിൽ ഒരു ഉഷാറ് കാണത്തില്ല. ഞാൻ ചക്കയ്ക്ക് അരയ്ക്കാമെന്ന് വിചാരിച്ചു. ചക്കയ്ക്ക് കുറച്ചധികം വെളുത്തുള്ളി ഇടും, പിന്നെ കുറച്ച് കൂടുതൽ ജീരകം ഇടും. പിന്നെ എനിക്ക് വറ്റൽമുളക് അരയ്ക്കണതാണ് ഇഷ്ടം. പിന്നെ ഈ ചക്കയുടെ വെള്ളത്തിൻ്റെ അളവ് അറിഞ്ഞൂടാ കേട്ടോ. കാര്യം ഇതിപ്പോൾ കുറേ നാളായി ചക്ക വെച്ചിട്ട്. അപ്പോൾ ഇത് പക്ഷേ എൻ്റെ ചക്ക മുടിയിൽ പോയി കേട്ടോ. എനിക്ക് ലൂസായിട്ടിരിക്കുന്ന ചക്കയായിരുന്നു ഇഷ്ടം. അപ്പോഴത്തേക്കും എൻ്റെ വിഴുക്ക് റെഡി ആയിട്ടുണ്ട്. മോര് കറിക്ക് ഞാൻ അരച്ചു വെച്ചു. കടുവൊക്കെ വറുത്തൊഴിച്ചത് അമ്മയാണ്. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ദോശ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ദോശയ്ക്ക് ഇഡ്ഡലിക്കും ഒരു രീതിക്കാണ് ആട്ടുന്നത്. പക്ഷേ എൻ്റെ ദോശയും നല്ല സോഫ്റ്റ് ആയിരുന്നു, ഇഡ്ഡലിയും നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളുടെ ദോശയും ഉള്ളിക്കറിയാണ് കാപ്പിയായിട്ട് കൊടുത്തു വിടുന്നത്. പിന്നെ സ്നാക്സായിട്ട് ചിപ്സും എന്തോ ഒരു പച്ചക്കളർ മുറുക്കും. എൻ്റെ ചക്ക കണ്ടോ മുടുവിപ്പോയി. ഇന്നത്തെ ലഞ്ച് ബോക്സിനുള്ളതാണ്. പയർ വിഴുക്ക് വരട്ടി, തിങ്കളുടെ മുട്ട ചിക്കിയത്, പിന്നെ മോര് കറി, പിന്നെ ഇന്നലെ ചീലാവായിരുന്നു കേട്ടോ ആ മീൻ വറ്റിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ കഥ വായനയിലേക്ക് കടക്കും.